അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഗർഭിണികളെ എത്തിച്ച് കുഞ്ഞുങ്ങളെ മറച്ചു വിൽക്കുന്ന മാഫിയ സംഘം കോട്ടയത്തെ പിടിയിൽ. ഗർഭിണിയായ അസം സ്വദേശിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈരാറ്റുപേട്ട പോലീസ് 2 പേരെ പിടികൂടി. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി ജില്ലാ പോലീസ് മേധാവിയും വ്യക്തമാക്കി. ഭർതൃവീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഗർഭഛിദ്രം നടത്താൻ തയ്യാറാകാത്തതിനാലാണ് പരാതിക്കാരിയായ യുവതിക്ക് അസമിലെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. രണ്ടാമതും ഗർഭിണിയായ യുവതിയോട് ഭർതൃവീട്ടുകാർ ഗർഭം അലസിപ്പിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. വീട് വിട്ടിറങ്ങിയ യുവതി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് കോട്ടയം തീക്കോയി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന NGO സംഘത്തെ പരിചയപ്പെട്ടത്. സംരക്ഷണം നൽകാമെന്ന വാഗ്ദാനം നൽകി യുവതിയെ സംഘം തീക്കോയിലെത്തിച്ചു. കേരളത്തിലേക്ക് എത്താൻ ആവശ്യമായ പണവും നൽകി. റബ്ബർ തോട്ടത്തിന് നടുവിലെ ആളൊഴിഞ്ഞ വീട്ടിലാണ് പ്രതികൾ യുവതിയെ താമസിപ്പിച്ചത്. പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞിനെ തങ്ങൾക്ക് കൈമാറണമെന്ന് ഇവർ യുവതിയോട് ആവശ്യപ്പെട്ടു. പകരം 3 ലക്ഷം രൂപ നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ചതി മനസ്സിലാക്കിയ യുവതി രക്ഷപ്പെട്ട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. डिलीवर हो चुके थे, एक का उनको पैसे भी मिल चुके थे और उधर फिर उन्होंने मुझे नेक्स्ट डे बोला कि एग्रीमेंट पे साइन करो 2-3 दिन बाद कि एग्रीमेंट साइन करो। एग्रीमेंट पे साइन करके वो लोग मतलब मैं अपना बेबी दे रही हूँ, वो लोग पैसा दे रहे, ऐसा एग्रीमेंट एक साइन करते बेबी दे रही हूँ नहीं किया। उसी टाइम मैं डर गई, मुझे नहीं करना, एग्रीमेंट साइन करूँगी तो बेबी देना पड़ेगा, तो मैं डर गई। तो मैंने उनको मना कर दिया, मुझे एग्रीमेंट साइन नहीं करना है। जो एग्रीमेंट बनाए थे उनका नाम राजा है, जो एग्रीमेंट बना रहे राजा, उनकी वाइफ का नाम अनीता और अपर्णा. യുവതിയുടെ പരാതിയിൽ നിലവിൽ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് എനിക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം നമ്മൾ കേസ് ഒരു പ്രൈമറി സ്റ്റേജിലാണ്. അപ്പോൾ നമ്മൾ 2 പേരെ ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ട് കോടതി കൊടുത്തിട്ടുണ്ട്. അവരെ ഇനി കസ്റ്റഡിയിൽ എടുക്കണം. കസ്റ്റഡി എടുത്ത് കൂടുതൽ ചോദ്യം ചെയ്ത് പോയാലേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. നിലവിലത്തെ അവസ്ഥ വെച്ച് അനാമിക എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഇവിടെ വന്നു, ഒരു 10-12 ദിവസം റോങ്ഫുൾ കൺഫൈൻമെൻ്റ് ആയിരുന്ന കുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ നമ്മൾ കേസെടുത്തു. അപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ഒരു നേച്ചറാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. കൂടുതൽ ഇരകളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, കോട്ടയം.